ഹലോ ഗായ്സ് ഞാൻ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. അടിപൊളി. അപ്പം ഇന്ന് നമ്മുടെ വീട്ടിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. എന്നിടത്തം പോലെ പിന്നെ പോയ എന്തൊരു വെള്ളസ്വാമിയൊക്കെ ആടാൻ തോന്നുന്നു. ഓക്കെ, അപ്പം ഒരു പുതിയ ദിവസമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നെന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഗൈസ്. അപ്പം അതിന് മുമ്പ് ഗൈസ് നമുക്കൊരു ഞാൻ നിങ്ങളെ കണ്ടതുണ്ട് ഗൈസ്, നമുക്ക് ഇത്ര ഒരു അയണും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു അയണും പിന്നെ ഇത്ര ഒരു കോപ്പർ പിന്നെ നേരത്തെ ഇച്ചിരി ഉണ്ടായിരുന്നു. പിന്നെ ഈ സാഡ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. എമറാൾഡ് അന്ന് ഞാൻ മറ്റേ ട്രിഗറിൻ്റെ നിന്ന് മേടിച്ചാണ്. ഓക്കെ, മഴ വരുന്നെങ്കിൽ എൻ്റെ പൊന്നി ഗൈസ്, മഴ വന്നിട്ടാ ഈ മഴയിൽ പോകുന്നു. തണ്ടർസോണിലൊക്കെ ഉറങ്ങായിരുന്നു, പക്ഷേ പറ്റില്ല. മഴ വന്നിട്ടുണ്ട്. ഓക്കെ, അതാ നമ്മുടെ ചാർലി ജൂനിയർ ഓടിയിരിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, ഞാൻ ഈ ചാർലിനെ കൂട്ടാതെ ഇവിടെ ഇരുന്നൊരു പട്ടീനെ കൂട്ടിക്കൊണ്ട് ഞാൻ വെറുതെ വഴങ്ങിട്ട് അവനും ഇതേപോലെ ചത്തുപോയി. പിന്നിപ്പോൾ ഇതിനകത്താകെ ഒരു ഇതുണ്ട്. ഇവിടെ ഞാൻ ടൈ അടിച്ചു കൊടുത്തു, ഒരു വെള്ള കളറ്. ഇവന് നിങ്ങളൊരു പേര്, ഇവനും കൂടെ ഒരു പേരിടുന്ന. നമുക്ക് ആകെ 4 പട്ടികളുണ്ടായിരുന്നതാണ്. ഇപ്പോൾ 2 പട്ടിയുള്ളൂ, ചാർലി ജൂനിയറും. പിന്നെ ഇവൻ എന്തോ പേരാണ് നിങ്ങൾ പറയും. ഇവന് നമുക്ക് വേറെ പേരിടാമെങ്കിൽ കമൻറ്റ് ഇടുക, നിങ്ങളുടെ പേര് നോക്കിയിട്ട് എനിക്ക് എഴുതുന്നത്. അപ്പം ഇവനൊരു പേരിടുക. ഇവൻ നല്ല വൈറ്റ് ഇത് തുടരാണ് ഞാൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവനൊരു പേരിടുക. പിന്നെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് പേരിടാൻ തോന്നുന്നു ആ ഒരു പേരിടുക ഗൈസ്. ഓക്കെ, അപ്പം ഇവരെ ഇപ്പോൾ കൂട്ടുന്നില്ല. ഈ ഒരു ആടായിരുന്നു ഗൈസ്. നമ്മുടെ കുതിര ചിലപ്പോൾ ഇവിടെ നിൽപ്പുണ്ട്. കുതിരയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾ പേര് വേണമെങ്കിൽ കുതിരയ്ക്ക് നിങ്ങൾ പേരിട്ടോ. ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, രാത്രിയായാലും അറിയാനും പാടില്ല. കുതിരയ്ക്ക് നിങ്ങൾ പേര് വേണമെങ്കിൽ പേരിട്ടോ ഗൈസ്, കുഴപ്പമൊന്നുമില്ല. കുതിരയ്ക്കും കൂടെ നിങ്ങളൊരു പേരിടണം ഗൈസ്. ഓക്കെ, അപ്പം കുതിരയ്ക്കും പേരിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പരിപാടി നോക്കിയിട്ടുണ്ടെങ്കില്ല, ഞാൻ കിടന്നുറങ്ങാൻ പറ്റും നോക്കട്ടെ. കിടന്നുറങ്ങാൻ പറ്റുവാണെങ്കിൽ ഇത് പറ്റത്തില്ല, കഷ്ടം. അപ്പോൾ നിങ്ങളെ ഏതായാലും ഞാൻ പറഞ്ഞുതരാം എന്നെ ചെയ്തത്. ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം ടൂൾസ് ഉണ്ടാക്കി. ഇൻവെൻ്ററിൽ ഇത്ര സാധനമാണ് ഇരിക്കുന്നത്. നിനക്കൊക്കെ എന്ത് പറയുന്നു? ഇവനെന്ത് പ്രശ്നം? എൻ്റെ ചാളിനെ എനിക്ക് നോക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നോക്കി കാണാം. അവിടെ ഒരു ഈ പോയിൻ്റ് ഇരിക്കുന്ന സ്ഥലം കണ്ടോ? ഇവിടെ ഒരു കല്ലിട്ടൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അവിടെ വെച്ചാൽ നമ്മുടെ ചാളി മേടിച്ചു. അപ്പം എനിക്കിങ്ങനെ അയം കിട്ടി. ഞാൻ പറഞ്ഞു അതാണ് എനിക്ക് കഴിഞ്ഞ ആഴ്ച അയം കിട്ടിയ പോലെ തന്നെയാണ് എനിക്കിപ്പോൾ അയം കിട്ടി. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് ഒറ്റ അയം കിട്ടിയുള്ളൂ. കാരണം ഞാൻ ആ ഒരു ഒരു കേവ് ഒന്ന് കാണാം. ഒരു ടോർച്ചൊക്കെ വെച്ചേക്കുന്ന സ്ഥലത്ത് അങ്ങനെ ഒരു കേവ് ഉണ്ട്. ഇവിടെ ആയിട്ടൊരു കേവ് പോലെ സ്ഥലമുണ്ട്. അവിടെ പോയി വെറുതെ പോയി തപ്പി, ഞാൻ അന്ന് കാണിച്ചിരുന്ന സ്ഥലമില്ല, അവിടെ പോയി വെറുതെ തപ്പിയപ്പോൾ എനിക്ക് കിട്ടിയതായിരുന്നു ഒരൊറ്റ അയൻ. പിന്നെ ഞാൻ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നമ്മുടെ കുതിരനെ കൂട്ടിട്ട് ഈ വഴി പോയിട്ട് അവിടെ കണ്ടൊരു കേവ്. ഒരു കേവ് ഉണ്ട്, കാണാൻ പറ്റുന്നില്ല. ഇവിടെ ഈ ഒരു വെട്ടം കാണുന്നതൊരു കേവ് ഉണ്ട്. ഇവിടെ ഒരു ടോർച്ചൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, എല്ലാം കൂടെ പോയിട്ട് ഞാൻ നേരെ കുഴിച്ച് ഞാൻ ഒരു 12 വൈ ലെവൽ 12 പോയി. ഞാൻ ഇപ്പം നിൽക്കുന്ന നോക്കിയാൽ കാണാൻ പറ്റി 73-ലാണ്. ഞാൻ അവിടുന്ന് 12 വരെ പോയിട്ട് തപ്പിയപ്പോൾ എനിക്ക് 6 ഒരായം കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. 6 ഒരായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല കാര്യമാണത്. 6 ആയം കിട്ടുന്നത് ഏതായാലും നല്ലൊരു ഇതാണ്, അല്ലേ? നല്ല കാര്യമാണത്. നമുക്ക് ഈ റോട്ടൻ ചിക്കൻ ഇവിടെ ഇങ്ങനെ വെക്കാൻ പറ്റുമോ? ഇത് തിന്നല്ലേ, അതവിടെ ഇരുന്ന് ഞാൻ വെറുതെ വെച്ചേക്കുന്നു. ഓക്കെ, നമ്മളിപ്പം ഇന്ന് നമ്മുടെ പരിപാടി ഞാൻ അറിയാം. ഇനി കിടന്നുറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. ഇതെന്ത് കിടന്നുറങ്ങാൻ പറ്റത്തിരിക്കോ? രാത്രിയായി ആവുന്നില്ലെന്ന് തോന്നുന്നത്. നമുക്ക് എന്താ പരിപാടി എന്നറിയാമോ? എനിക്ക് ഈ ഇതായി തോന്നുന്നു കേട്ടോ. ഇതും കൂടെ ആവട്ടെ, ഇതുകൂടെ നമുക്ക് ഫുഡിൻ്റെ വരത്തില്ല. ഓക്കെ, ഫുഡായിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ ഇതുവരെ എന്താണ് പരിപാടി എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ക്യാപ്പ് പോയി. കഴിഞ്ഞ ദിവസം ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ചിട്ട് ആ ഒരു ക്യാപ്പ് പോയത്. അവന്മാരവിടെ നിൽക്കുന്നെങ്കിൽ
ഇങ്ങോട്ട് വാടേ. പിന്നെ അവിടെ പോയി അമ്മമാരെ മീറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങോട്ട് പോകണമില്ല. ഇങ്ങോട്ടോടാ. അയ്യോ മറ്റേമാർ ഇപ്പോൾ വരും എന്നെ പിടിക്കാൻ വേണ്ടി. എടാ നിൻ്റെ കയ്യിൽ എന്തോന്നൊക്കെ ഉണ്ട്. റൈഡറാ നീയൊക്കെ വല്ലപ്പോഴും എടുത്തുള്ളൂ. വല്ലപ്പോഴും വരുമ്പോഴൊക്കെ താഴെ എൻ്റെ എന്തെങ്കിലും കൊണ്ടു നോക്കാം. എമറാൾഡ് വരും കേട്ടോ. ഒരു കുപ്പി വെള്ളം കൊടുത്ത് എമറാൾഡ് കിട്ടും. എടാ 19 എമറാൾഡ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അൺബ്രേക്കിംഗ് കോൺസെൻട്രേഷൻ എഫിഷ്യൻസി ഒക്കെ അയ്യോ. പിന്നെ മോസ് ബ്ലോക്ക് കിട്ടണമെങ്കിൽ ഒരെണ്ണം കൊടുത്താൽ 2 പിന്നെ മേടിക്കാം. പിന്നെ ഇത് 5 കൊടുത്തു. ആകെ നമ്മുടെ 2 എമറാൾഡേ ഉള്ളൂ. ഈ കുപ്പി നമുക്ക് ആവശ്യമില്ല. 2 എമറാൾഡോളം മേടിച്ചാലേ ഇവൻ്റെ ഇത് പോകത്തില്ലെന്ന് ഉറപ്പാണ് തോന്നുന്നു. അയ്യോ വാങ്ങിപ്പോയി. ആവശ്യമുള്ള ഒരു ഫുഡും കാര്യങ്ങളും എടുത്തേക്കാം. കിട്ടുന്ന മൊത്തം എടുത്തു വെച്ചോ. ഒരു ബീട്രൂട്ട് ഉണ്ട്. ബീട്രൂട്ട് എടുക്കാവേ. ഇനി തണ്ണിമത്തൻ വേണ്ട. ഇപ്പോൾ വേണ്ട. തണ്ണിമത്തൻ അടിയിരുന്നോട്ടെ. പിന്നെ നമുക്ക് ഫുഡായിട്ട് പ്രത്യേകിച്ച് ഇതെങ്കിൽ ഇത് ഓക്കെ. ഫുഡ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടൂൾസൊക്കെ നമുക്ക് അത്യാവശ്യം. നമുക്ക് ബോട്ടാണ് വേണ്ടത്. ഇതിനകത്ത് നമ്മുടെ ഒരു ബോട്ട് ഇരിപ്പുണ്ട്. അങ്ങ് എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങ് പോവാം. നമ്മുടെ ഒരു ബോട്ട് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വെക്കാവേ. നമുക്കൊരു ബോട്ട് എടുത്തിട്ട് നമുക്ക് നേരെ അങ്ങ് പോയേക്കാം. ഇവന്മാര് ശരിയാവുന്നുണ്ട്. ഇവിടെ അങ്ങനെ വേറെ വെച്ചിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ബോട്ട് എടുത്തിട്ട് നമുക്കങ്ങ് പോവാം. ഓക്കെ. അപ്പോൾ ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങനെ നേരെ പോയിട്ടുണ്ടെങ്കിൽ കടലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പിന്നെ കടലുണ്ടാവും എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇങ്ങനെ പോകുന്നത്. ചാർലിനെ ഞാൻ കൂട്ടുന്നില്ല. ചാർലി ജൂനിയറിനെ ഞാൻ കൂട്ടുന്നില്ല. നാളെ കൂട്ടി ശരിയാകത്തില്ല. ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും ശരിയാകത്തില്ല. ഇങ്ങോട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഇതെൻ്റെ ലെവലൊക്കെ കിടക്കുന്നു. സാധനം എടുക്കുന്നതായിരിക്കുന്നത്. സാധനം എടുത്തത് ഈ ചോല വെച്ച് സാധനം കൊടുത്തത്. ഇതും കൂടെ ഞാൻ ഇപ്പം രാത്രി ആയെന്നാണ് തോന്നുന്നത്. ഈ കഞ്ചിയാവേ ഞാൻ ഇവിടെ ഈ ബോട്ട് ഇവിടെ കൊണ്ട് എടുത്തിട്ട് എന്തിനാണ് വളർത്താൻ ചാടിക്കുന്നത്? ഇതിനകത്ത് കിടന്നാണ് മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ അങ്ങനെ ഉണ്ടാവും മോൺസ്റ്റേഴ്സ്. ഓക്കെ കിടന്നോ. കിട്ടി. ഇതിനെ കൊന്നു. ഒരു ഡൈ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല. ഓക്കെ വേറെ ഒന്നുമില്ല. നമുക്ക് നേരെ അങ്ങ് പോവാം. ഒരു ബീച്ച് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. ഈ സൈഡ് പോയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഇവിടെ ഇങ്ങനെ സ്റ്റോപ്പായി. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. ഈ ബോട്ട് ഓടിക്കാൻ അറിയാൻ പാടില്ല. ആ ഒരു സൈഡിലേക്ക് നമ്മൾ എവിടെ നിന്നായിരുന്നു വന്നേ? അവിടെ നിന്നായിരുന്നു വന്നേ. നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോയി നോക്കാം. നമ്മൾ എവിടെ നിന്നായിരുന്നു വന്നേ? ഓഫ്കോഴ്സ് അവിടെ നിന്നാണ് നമ്മൾ. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ബോട്ട് നടക്കുന്നു. കയറണം അങ്ങോട്ട്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. എൻ്റെ മോനെ ഞാൻ സ്ഥലം മറന്നു പോയിട്ട് കിട്ടാത്ത പണിയൊന്നുമില്ല. ഏറ്റവും പൊന്നെ ഞാൻ വെച്ചാൽ പെട്ടുപോയി. കാരണം സ്ഥലം ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നൈസായിട്ട് ഞാൻ തപ്പി വന്നിട്ട് ഞാൻ കറങ്ങി ഇവിടെ എത്തി. ഇങ്ങോട്ടല്ലായിരുന്നു നമ്മുടെ വീട്. അല്ല എനിക്കറിഞ്ഞൂടെ. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മറ്റേ സാധനം കാണണം. ക്യാമ്പ് ഫയർ ഓക്കെ ഇത് തന്നെ. വേറെ അവിടെ പോയിന് ഗുണമുണ്ടായി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറച്ച് സാൻഡ് കിട്ടി. ഈ സാൻഡ് കൊണ്ട് വെച്ചിട്ട് എനിക്ക് വേണം മറ്റേ ഇതുണ്ടാക്കാൻ. നമ്മുടെ ഒരു ബോട്ടിലുണ്ടാക്കാൻ. ബോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ കൊണ്ടിട്ട് ഈ സാധനം ഒരു ഫർമസി കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഈ സാൻഡൊക്കെ ഉണ്ടാക്കാം. അത് ഇതിനകത്ത് എത്ര വില വേണ്ട? ഗ്ലാസ്
വെച്ചാൽ ഇവിടെ എങ്ങാനും കുഴി ഇട്ടിട്ട് കൂട്ടി വെക്കാമായിരുന്നു. ഇതിന് കുഴിയിട്ട് കൂട്ടി വെക്കാൻ പറ്റും. പുള്ളി എങ്ങാനും എപ്പോഴെങ്കിലും ആ ഒരു ഞാൻ കുഴി ഉണ്ടാക്കാൻ പറഞ്ഞു ഞാൻ എന്ത് കാണിക്കുന്നു. പോയ കുഴി അങ്ങ് കുഴിച്ചിരുന്ന സത്യമായിട്ട് ഞാൻ അറിയാതെ ഇത് ഞാൻ അല്ലല്ലോടെ തട്ടിയത്. ഇവനെന്ത് പോടാ കുഴി കയറിക്കൊണ്ടിട്ടേക്കാം. ചാടിപ്പോ സമ്മയൂലെന്ന് പറഞ്ഞ പറ്റത്തില്ല, സമ്മയൂല അത്ര. ഇയാളിവിടെ കൊണ്ടിട്ടിട്ട് നമുക്കങ്ങ് പോവാം. അങ്ങ് മൂടിയിടായിരുന്നു. ഓക്കെ, സെറ്റ് മൂടിയിട്ടുണ്ട്. ഇവിടെ എങ്ങനെ നമുക്ക് അടയാളം വേണം. ഒരു നമുക്കിങ്ങനെ നോക്കാം. ഇപ്പോൾ ഇവിടെ തുറന്നിട്ടുണ്ടെങ്കിൽ പുള്ളി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ ആ ഒരു ട്രേഡറിനെ നമ്മൾ വെച്ചിരിക്കും. എങ്ങാനും ഇവനത് ലോക്ക് മാറ്റിയിട്ടുണ്ടോ എന്തോ. മാറ്റിയിട്ടില്ല. അത് അങ്ങനെ ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെ കിടക്കുക. നമുക്ക് എന്ത് ചെയ്യാനാവും? ഇത് കൂട്ടിയില്ല. നമ്മുടെ പ്ലസ് ഇല്ല. ഇവനെയൊക്കെ വന്നിട്ട് എല്ലാം സോംബിയൊക്കെ തിന്നും. അല്ല തിന്നുന്നല്ല കടിക്കും. ഞാൻ അവനെ പിടിച്ചൊക്കെ ഫുഡൊന്നുമില്ല. അപ്പം ഇത്രയൊക്കെ തന്നെയായിരുന്നു നമ്മുടെ പരിപാടി. പിക്കാക്സ് ഓട്ടിപ്പാൻ. അപ്പോൾ ഏതായാലും ഗൈസ് എന്തായാലും കൊള്ളായി. ഞാൻ മറ്റേ ട്രേഡറിനെ കൂട്ടി വെച്ച് നമ്മൾ കടലിൻ്റെ അവിടെയൊക്കെ പോയി. എന്നിട്ടും വലിയ കാര്യമൊന്നുണ്ടല്ലോ. ഇങ്ങനത്തെ ഈ ഒരു അസുഖം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ പരിപാടി നമ്മുടെ ആവശ്യമില്ലാത്ത സാധനമൊക്കെ കൊണ്ട് ആവശ്യമില്ലാത്തല്ല നമ്മുടെ സോൾട്ട് ചെയ്ത് വെക്കാനുള്ള പരിപാടിയാണ് നമ്മുടെ. ഇതിനകത്ത് വെക്കാൻ എന്തൊക്കെയുണ്ട്? ഇതിനകത്ത് വെക്കാൻ പ്രത്യേകിച്ച് ഗ്രാവലുണ്ട്. ഇതിൻ്റെ സാധനം അത് ഗ്രാവൽ തന്നെ വരുന്നുണ്ട്. പിന്നെ അതിനകത്ത് ഗ്ലാസ്സൊക്കെ വെക്കുന്നത് എന്നാ പിടിച്ചോ ഗ്ലാസ്. ഓക്കെ, ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ പിന്നെ വെക്കാം. ഇതിനകത്ത് വെക്കാനുള്ള അതിനകത്ത് ഈ കോപ്പി അതവിടെ ഇരുന്നോട്ടെ. പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും വെക്കാനില്ല. ഒരു പിക്കാക്സ് അങ്ങ് എടുത്തേക്കാം. കൂട്ടില്ല. ഇതിനകത്താണ് ഞാൻ പിന്നെ ഇത് വെക്കും പിന്നെ ഇത് വെക്കും പിന്നെ ഇത് വെക്കും പിന്നെന്താണ് ഉള്ള ഒരു ഫെദർ വെക്കും. കുറേ സാധനങ്ങൾ വെക്കാനുണ്ട്. ഇതന്നെ ഡൈ. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് വെക്കാനില്ല. ഇതിനകത്ത് ടൂൾസ്. അപ്പോൾ ഇതിനകത്ത് ഡേർട്ട് ഇങ്ങോട്ട് ഇതിനകത്ത് വെക്കാനുള്ള ഒരു ബോട്ട് ഇങ്ങോട്ട് വെക്കണം. എന്നിട്ട് സാൻഡൊക്കെ വെക്കുന്ന പ്രത്യേകിച്ച് ഒരു പെട്ടി ഇല്ല നമ്മുടെ കയ്യിൽ. സാൻഡ് വെക്കണം. ഇതിനകത്ത് ഈ നൂല് വെക്കണം. 63-64 ഗുളികൻ്റെ അവിടെ മേടിച്ചാൽ ഫുൾ ഗുളായി ഈ വൈറ്റ് നൂല്. അപ്പം നമ്മുടെ ഇതിനകത്തൊരു ഡൈ ഉണ്ട്. ചോപ്പില്ല അതില്ല. അപ്പം രാത്രിയായിട്ടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു വീറ്റ് ഫാമും കാര്യങ്ങളും എന്തായി നോക്കേണ്ടതുണ്ട്. വീറ്റ് ഫാമൊക്കെ ആയി വരുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ അതിനുവേണ്ടി ഒരു പരിപാടിയും ചെയ്യുന്നില്ല. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ പണി ചെയ്യുന്നില്ല. നമ്മൾ കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം അങ്ങോട്ട് ഒരു 4 എമറാൾഡാണ് നമ്മളിപ്പോൾ നോക്കിയുള്ളത്. ചെയ്യാമെന്ന് ഇവിടെ മൊത്തം ഇതിനകത്തും കുറച്ച് ഈ സെറ്റപ്പൊക്കെ ആക്കാം കേട്ടോ. നമുക്ക് ഇതിനകത്തും
ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടിപൊളിയാണ്. നമുക്ക് ഏതായാലും നമ്മൾ ഈ ഒരു വാള് പോകുന്നോണം വരെ ആരെങ്കിലും കൊല്ലം പാടാ എടാ പാടാ 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 ആരെയും പാടാ ധൈര്യമുള്ള പാടാ മനുഷ്യനാണെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ ക്രീപ്പറോട്ടാ അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞു തീർച്ചയായിട്ടും ക്രീപ്പറൊക്കെ വരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഉണ്ടെല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതല്ല ഷെയർ ചെയ്യുക, പിന്നെ സബ് ചെയ്യാത്തതുണ്ട് സബ് ചെയ്യുക. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. എല്ലാവരും സബ് ചെയ്ത് ഇതുപോലത്തെ പുതിയ വീഡിയോകൾ വരും. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ടായി, വേറൊന്നുമല്ല, നമ്മുടെ ചാർലി ജൂനിയർ നമ്മളിപ്പോൾ ഒരു പട്ടി വളർത്തും, മറ്റേ പട്ടിക്ക് പേരിടുക, പിന്നെ കുതിരയ്ക്ക് ഒരു പേര് ഇടുക. അപ്പോൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് ആ ഒരു പേര് പറയാം കേട്ടോ. കുതിരയ്ക്കേണ്ട പേരും ആ ഒരു പട്ടിക്കേണ്ട പേരും എല്ലാവരും പറയാം. നല്ല ഇഷ്ടപ്പെടുന്ന ഒരു പേര് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവരും സബ് ചെയ്യാത്തന്നെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരും സെറ്റപ്പ് അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഓക്കെ, ബൈ.